ഇപ്പം വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാട്ടോ മുല്ലപ്പൂവിൻ്റെയൊക്കെ. നമ്മുടെ വീട്ടിൽ ആകെ ഒന്നോ രണ്ടോ മുല്ലപ്പൂ ഉണ്ടാവുള്ളെങ്കിലും തൊട്ടപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിറച്ച് മുല്ലപ്പൂ നിൽക്കണ കാരണം വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ. മുല്ലപ്പൂവൊക്കെ പൂത്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പറിച്ച് ഒരു പാത്രത്തിലാക്കി വീടിൻ്റെ ടേബിളിൽ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. വീട് മൊത്തം മണം കിട്ടാനായിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാട്ടോ. അടീനിയത്തിനൊക്കെ നല്ല വെയിലൊക്കെ വേണമെന്നാണല്ലോ, അങ്ങനെ നല്ല വെയിലത്തേക്ക് ആയിട്ടോ അടീനിയൊക്കെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അടീനത്തിൽ മുട്ടൊക്കെ ഉണ്ടാവും നല്ലോണം, പക്ഷെ പൂ വിരിയില്ല. വിരിയണേക്കാളും മുന്നേ അതങ്ങനെ നിന്ന് അങ്ങോട്ട് കൊഴിഞ്ഞങ്ങോട്ട് പോകും. സംഭവം ഞാനൊന്ന് പിച്ചി പറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഷെയ്ഡുമാണ്, അത് ഡബിൾ പെറ്റൽസ് ആണെന്നാട്ടോ എനിക്ക് മനസ്സിലായത്. ഇതെൻ്റെ കസിൻ തന്നതാട്ടോ എനിക്ക്. 2 പ്രാവശ്യമായി ഇങ്ങനെ മുട്ടൊരുക്കി ഉണ്ടാവണം, പൂ വിരിയാതെ പോണു. എന്താ സംഭവം എന്ന് അറിയില്ല. മുട്ടയെല്ലാം ഉണ്ടായിട്ട് പൂ വിരിയാതെ ഇങ്ങനെ കൊഴിഞ്ഞു പോണ കാണുമ്പോൾ ഭയങ്കര സങ്കടമാട്ടോ. ആ പൂ വിരിയണതൊന്നും കാണാൻ നമുക്ക് പറ്റണില്ലല്ലോ. എന്തായാലും റോസിൽ ഞാൻ നീമോയിൽ അടിച്ചിട്ട് നല്ലോണം കിളിർപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് വന്നതെന്ന് അതും കണ്ടറിയണം. കണ്ടപ്പോഴും ഒരു CC പ്ലാന്റിൻ്റെ ലീഫ് അവിടെ കൊണ്ടുവച്ചാരണം അതൊരു തൈയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.